വീണ്ടും കർണാടകയിലെ ഷിരൂരിലേക്ക് പോവുകയാണ്. കാണാതായ മലയാളി ഡ്രൈവർ അർജുനയുടെ തെരച്ചിൽ 11ാം ദിനമാണ് ഇന്ന്. തുടർച്ചയായ മഴ രക്ഷാപ്രവർത്തനത്തിന് പ്രതിസന്ധിയാകുന്നുണ്ട്. കാലാവസ്ഥ അനുകൂലമായാൽ മുങ്ങൽ വിദഗ്ധർ പുഴയിലിറങ്ങും. അതേസമയം ഉത്തര കന്നഡ ജില്ലയിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മേഘന മുരളി വിവരങ്ങളുമായി ചേരുന്നു. മേഘന, അനുകൂലമായ കാലാവസ്ഥയല്ല അവിടെ എന്നാണ് മനസ്സിലാക്കുന്നത്. രക്ഷാപ്രവർത്തനത്തിന് എന്തൊക്കെയാണ് ഇപ്പോൾ വെല്ലുവിളികൾ? എന്തൊക്കെ സന്നാഹം രക്ഷാപ്രവർത്തനത്തിനായി ഇന്ന് ഉപയോഗിക്കും? ഈ ഷിരൂരിൽ ഇതുവരെ രക്ഷാപ്രവർത്തനം തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അതിൽ പ്രധാനമായും ഈ കാലാവസ്ഥ തന്നെയാണ് ഒരു വെല്ലുവിളിയായി നിലനിൽക്കുന്നത്. കനത്ത മഴ, അതായത് ഇന്നലെ രാത്രി തൊട്ട് പെയ്യുന്ന മഴയാണ്. അത് ഇതുവരെ ഒരു ശമനം ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്നാൽ മാത്രമേ ഈ കാലാവസ്ഥ അനുകൂലമായാൽ മാത്രമേ രക്ഷാപ്രവർത്തകർക്കും സ്കൂബ ടീം അംഗങ്ങൾക്കും അടക്കം ഈ ഒരു പുഴയിൽ ഇറങ്ങി തിരച്ചിൽ നടത്താനാകൂ. അല്ലാതെ അതായത് ഇന്നലെ ജില്ലാ ഭരണകൂടം അടക്കം പ്രതികരിക്കുന്നത് പല സാധ്യതകളും പുറത്തുനിന്ന് പറയാൻ പറ്റുമെങ്കിലും, അതായത് സ്കൂബ ഡൈവേഴ്സ് നേവിക്കും അടക്കം ഇത്രയും താഴ്ചയിൽ ഇറങ്ങി പരിശോധന നടത്തുക എന്ന് പറയുന്നത് വെല്ലുവിളിയാണ്. അത് മനുഷ്യ സാധ്യമല്ല എന്നുള്ളതാണ് ഇന്നലെ ജില്ലാ ഭരണകൂടം അടക്കം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഒരു തെരച്ചിൽ പുനരാരംഭിക്കണമെങ്കിൽ ഈ കാലാവസ്ഥ അനുകൂലമാകേണ്ടതുണ്ട്. പക്ഷേ ഉത്തര കന്നഡ മേഖലയിൽ ഈ ജൂലൈ മാസം എന്ന് പറയുന്നത്, ഈ ഒരു സമയം എന്ന് പറയുന്നത് വളരെ കാലവർഷം മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഗംഗാവാലി നദി എല്ലാ കാലത്തും എല്ലാ വർഷവും ഈ ഒരു സമയം ഇതുപോലെ നിറഞ്ഞ് കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യമാണ്. അത്രയേറെ അടിയൊഴുക്ക് ഉണ്ടാകും എന്നുള്ളത് പ്രദേശവാസികളടക്കം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാലവർഷം അല്ലെങ്കിൽ ഈ ഒരു മഴ കുറച്ച് മാറി നിന്നാൽ മാത്രമേ, 2 ദിവസമെങ്കിലും മഴ മാറി നിന്നാൽ മാത്രമേ ഈ ഗംഗാവാലി നദിയിലെ അടിയൊഴുക്കിൽ കുറച്ചെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുകയുള്ളൂ. എന്നാൽ മാത്രമേ ഡൈവേഴ്സിന് ഇത്ര നോട്ടിക്കൽ മൈൽ താഴേക്ക് ഇറങ്ങി ഈ അർജുൻ്റെ വാഹനത്തിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കാനോ സ്ഥിരീകരിക്കാനോ പറ്റുള്ളൂ. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ വാഹനത്തിൽ തന്നെ ഈ ലോഹ സാന്നിധ്യം കണ്ടെത്തിയ ഭാഗത്ത് ഭാഗത്ത് തന്നെ വാഹനത്തിൽ തന്നെ അർജുൻ ഉണ്ടോ എന്നുള്ളതാണ്. ഭാരത് ബെൻസിന്റെ ആൾക്കാരടക്കം പറയുന്നത് ഈ അർജുൻ ഈ വാഹനത്തിൽ നിന്ന് പുറത്തു പോകാനുള്ള സാധ്യത കുറവാണ്, അല്ലെങ്കിൽ ഈ വാഹനം അപകടം ഉണ്ടാകുന്ന അവസ്ഥയിൽ ലോക്ക് ചെയ്യപ്പെടുമെന്നുള്ളതാണ്. പക്ഷേ എത്രത്തോളം ഇത്ര വലിയൊരു ദുരന്തം, ഇത്ര വലിയൊരു ആഘാതം ഉണ്ടായൊരു സമയത്ത് എത്രത്തോളം അർജുൻ ഇവിടെ നിന്ന് പുറത്തു പോവാതിരിക്കാനുള്ള, വേർപെട്ടു പോകാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളതും മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷേ ഇതിനൊക്കെയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, സ്കൂബ ഡൈവേഴ്സ് താഴെ ഇറങ്ങി നദിയുടെ അടിത്തട്ടിലേക്ക് പോയി പരിശോധന നടത്തുക എന്നുള്ളതാണ്. പക്ഷേ അതിന് ഇതുവരെ സാധിച്ചിട്ടില്ല. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ചായക്കട എന്ന ഭാഗത്തും ഇന്ന് രാവിലെ 7 മണിയോടുകൂടി തന്നെ രക്ഷാപ്രവർത്തനം മണ്ണ് മാറ്റൽ ആരംഭിച്ചിട്ടുണ്ട്. അതായത് ഏതെങ്കിലും തരത്തിൽ അർജുൻ ഈ ഒരു വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി ചായക്കടയിൽ എത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് പ്രദേശവാസികളടക്കം സാക്ഷ്യപ്പെടുത്തുന്നത്. ഈ ഒരു ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് 4 പേർ ലക്ഷ്മണന്റെ ചായക്കടയിൽ ചായ കുടിക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇതിൽ 4ാമത്തെ ആളായി അർജുനാണോ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ സ്ഥിരീകരിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് മണ്ണ് മാറ്റിയുള്ള ഒരു പരിശോധന നടക്കുകയാണ്. മറ്റു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാരായിട്ടുള്ള മുഹമ്മദ് റിയാസും AK ശശീന്ദ്രനും അടക്കമുള്ളവർ ഇന്ന് ശിരൂരിലേക്ക് തിരിച്ചിട്ടുണ്ട്. മുന്നേ തന്നെ കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികളായിട്ടുള്ള MK രാഘവൻ MP ആണെങ്കിലും സച്ചിൻ ദേവ് MLA ആണെങ്കിലും ഒക്കെ അവിടെ മുന്നേ തന്നെ ക്യാമ്പ് ചെയ്ത് ഈ ഒരു ഏകോപനം അല്ലെങ്കിൽ ഈ രക്ഷാപ്രവർത്തനത്തിന് ഏകോപനം നിർവഹിക്കുന്നുണ്ട്. അതിന് പുറമെയാണ് ഇപ്പോൾ കൂടുതൽ ജനപ്രതിനിധികൾ ഈ ഒരു മേഖലയിലേക്ക് എത്തുന്നത്. തുടക്കം മുതൽ തന്നെ കേരളത്തിൽ നിന്നുള്ള ആൾക്കാരും കേരളത്തിൽ നിന്നുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളും ജനപ്രതിനിധികളടക്കമുള്ളവർ ഈ രക്ഷാപ്രവർത്തനം എത്രയും വേഗത്തിലാക്കണമെന്നുള്ള സമ്മർദ്ദം ഉണ്ടായിരുന്നു. അതിന് തുടർച്ചയായി തന്നെയാണ് ഇന്ന് മന്ത്രിമാർ ഈ ഒരു സ്ഥലം സന്ദർശിക്കുകയും മന്ത്രി മുഹമ്മദ് റിയാസിന്റെ അടക്കം പ്രതികരണം എന്ന് പറയുന്നത് സാധ്യമായതെല്ലാം ചെയ്യുമെന്നുള്ളതാണ്. പക്ഷേ എപ്പോഴായിരിക്കും ഈ ഒരു കാലാവസ്ഥ അനുകൂലമാവുക? എന്നാൽ മാത്രമേ അതിൽ എന്തെങ്കിലും തരത്തിൽ, അതായത് നമ്മൾക്ക് ഈ അടിത്തറ നിർമ്മിച്ചുകൊണ്ട് ഈ ഒഴുക്ക് നിയന്ത്രിച്ച് ഈ ഒരു രക്ഷാപ്രവർത്തനം നടത്തണമെന്നുള്ള ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഈ ഒരു ഗംഗാവാലി നദിയുടെ ഒഴുക്കിനനുസരിച്ച് നടക്കില്ല, അല്ലെങ്കിൽ സാധ്യമാകില്ല എന്നുള്ളതാണ് അവിടുത്തെ ജില്ലാ ഭരണകൂടം അടക്കം പറയുന്നത്. എന്തായാലും ഈ 4 സ്പോട്ടുകൾ ഡ്രോൺ ഉപയോഗിച്ച് കണ്ടെത്തിയിട്ടുള്ള 11ാം ദിവസമാണ്. അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ ഇന്നും തുടരും. ശക്തമായ മഴയും അടിയൊഴുക്കും അവിടെ രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. ഈ സാഹചര്യങ്ങൾക്ക് മറികടന്നാണ് രക്ഷാപ്രവർത്തനം ഇന്ന് പുരോഗമിക്കാനിരിക്കുന്നത്.